AKG ഭവനിൽ പോലീസ് കയറിയ നടപടി പാർലമെന്റിൽ ഉന്നയിക്കാൻ CPM. രാജ്യസഭയിൽ നോട്ടീസ് നൽകി വി ശിവദാസൻ MP. നീറ്റ് പരീക്ഷാ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിന്റെ പ്രതികാര നടപടി എന്ന് വി ശിവദാസൻ MP. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണുപ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്താണ്? ഈ പോലീസ് നടപടിയിൽ കാര്യമായി പ്രതിഷേധിക്കാൻ തന്നെയാണല്ലോ ഇവരുടെ പദ്ധതി? മോത്തി, തീർച്ചയായും. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഓഫീസിലാണ് ഇന്നലെ ഡൽഹി പോലീസിലെ 3 ഉദ്യോഗസ്ഥർ അനുവാദമില്ലാതെ കയറിയത് എന്നാണ് CPM ആരോപിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ എന്തായാലും CPM MPമാർ തീരുമാനിച്ചിരിക്കുന്നത്. വി ശിവദാസൻ MP ഇത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് കേവലം CPMന്റെ ആസ്ഥാനത്ത് കയറിയതിൽ മാത്രമല്ല, നീറ്റ് പരീക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി നടന്ന സമരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നീക്കം എന്നിവയ്ക്കെതിരെയാണ് ഇന്ന് പാർലമെന്റിൽ ചർച്ച വേണമെന്ന് CPM ആവശ്യപ്പെടാൻ പോകുന്നത്. ഐഷി ഘോഷ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി കേസെടുത്ത് അവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേട്ടയാടാനുള്ള നീക്കം പോലീസ് നടത്തുന്നു എന്നാണ് എന്തായാലും CPM ആരോപിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരം ഒരു നടപടിയിലേക്ക് പോയത്. മാത്രവുമല്ല, ഇന്നിപ്പോൾ 2 തലങ്ങളിലാണ് ഐഷി ഘോഷുമായി ബന്ധപ്പെട്ട ഡൽഹി പോലീസിന്റെ നടപടിയെ CPM നേരിടാൻ പോകുന്നത്. പാർലമെന്റിനകത്ത് രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ കോടതിയിൽ നിയമപരമായും നേരിടാൻ ഒരുങ്ങുകയാണ്. ഐഷി ഘോഷിനെതിരായി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെതിരെ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയെ സമീപിക്കുമെന്നാണ് അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. നാളെയാണ് കോടതിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. പക്ഷെ ആ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്ന് CPM പറയുന്നു. കാരണം ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് CPM നേതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വന്നിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയും പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തി, AKG ഭവൻ, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം എത്തി ഐഷി ഘോഷ് ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു എന്നാണ് CPM അതോടൊപ്പം തന്നെ SFI നേതാക്കളും പറയുന്നത്. എന്തായാലും ഐഷി ഘോഷിനെ ഇത്തരത്തിലൊരു അറസ്റ്റിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഇടത് പാർട്ടികളുടെ പൊതുവായ തീരുമാനം. ഇന്നലെ CPI നേതാക്കൾ അടക്കം ഇവിടെ CPMന്റെ AKG ഭവനിലെത്തി പിന്തുണ അറിയിക്കുകയും ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും കോടതിയിലേക്ക് അപേക്ഷ നൽകി ആ വാറന്റ് റദ്ദാക്കാനായിരിക്കും അഭിഭാഷക തലത്തിൽ CPMഉം SFIയും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്ത് ഈ വിഷയം ഉയർത്തി ചർച്ച ആരംഭിക്കണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കും. CJPയും ഇത് സംബന്ധിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇന്നലെ നടത്തിയിരുന്നു. കാരണം ഈ CJP ഉൾപ്പെടെ പങ്കെടുത്ത സമരത്തിന്റെ നേതൃനിരയിൽ നിന്ന നേതാവ് കൂടിയാണ് ഐഷി ഘോഷ്. അപ്പോൾ ഇത്തരം നടപടിയിൽ SFIക്ക് പിന്തുണ CJP ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെയും വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെയും കേസെടുക്കില്ല എന്ന് പറഞ്ഞ പോലീസ് പഴയ കേസുകൾ വെച്ച് വേട്ടയാടുന്നു എന്ന ആരോപണം CPM ഇടത് പാർട്ടികളെ കൂടാതെ CJPയിലുമുണ്ട്. ആ കാര്യത്തിൽ ഇന്നലെ അഭിജിത് ദീപ്ക്ക് ഒരു ശാസനയും നൽകിയിരുന്നു, അതായത് മുന്നറിയിപ്പും നൽകിയിരുന്നു. കൃത്യമായി നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഈ നടപടി അവസാനിപ്പിച്ചില്ല എങ്കിൽ ശക്തമായ സമരം വീണ്ടും തുടങ്ങുമെന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ CJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതാണ്. മോദി, ശരി, വിവരങ്ങൾ നൽകിയത് വിഷ്ണുപ്രസാദാണ്. നിയമപരമായും ഇതിനെതിരെ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. രാജ്യസഭയിലും ഇക്കാര്യം ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്യും. വിഷ്ണുവിന് നല്ല ദിവസമായിരിക്കട്ടെ ആശംസിക്കുന്നു.